Welcome to our YouTube channel, St. Joseph's Academy Kurumasheri. നിങ്ങൾ ആദ്യമായി ആളുകൾ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹുക്സ് ലോ ആൻഡ് എക്സ്പ്ലെയിൻ ദ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് എ വയർ ഓഫ് എ ഗിവൻ മെറ്റീരിയൽ. നമുക്ക് ഹുക്സ് ലോ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് for small deformation, ratio of stress to strain is a constant. ഈ കോൺസ്റ്റന്റ് ആണ് നമ്മൾ മോഡുലസ് ഓഫ് എലാസ്റ്റിസിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ഹുക്സ് ലോ അനുസരിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഈ ഗ്രാഫിൽ സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ് ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ്റെ. അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ ഒരു മെറ്റീരിയൽ, ഏതൊരു മെറ്റീരിയലോ വയറ് നമ്മൾ ലോഡ് കൊടുക്കുമ്പോൾ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ, സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ ടെൻസൈൽ സ്ട്രെസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ OA വരെ അതിന് എലാസ്റ്റിക് സ്വഭാവമാണ് കാണിക്കാൻ പോകുന്നത്. എലാസ്റ്റിക് സ്വഭാവം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഷേപ്പ് ആ ലോഡ് എടുത്തു കഴിയുമ്പോൾ തിരിച്ച് അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അതിനുശേഷം പോയിന്റ് എയിലെത്തുമ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷണൽ ലിമിറ്റ് പിന്നീട് A to B ഷേപ്പ് റീഗെയിൻ ചെയ്യും. പക്ഷേ ഹുക്സ് ലോ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അവിടെ വാലിഡ് അല്ല. ഹുക്സ് ലോ എന്ന് പറയുന്ന സ്ട്രെസ് ബൈ സ്ട്രെയിൻ ഇക്വേഷൻ അവിടെ വാലിഡ് അല്ല. അതിനുശേഷം A to B യിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ B ഈൽഡ് പോയിന്റിലെത്തുമ്പോൾ അവിടെയും ഷേപ്പ് റീഗെയിൻ ചെയ്യും. പക്ഷേ ഹുക്സ് ലോ അവിടെ വാലിഡ് അല്ല. ഇനി മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഈ പെർമനന്റ് സെറ്റ് എന്ന് പറഞ്ഞ ഈ പോയിന്റ്, ഈ പ്ലാസ്റ്റിക് നേച്ചർ, സിയിൽ നിന്നും ഡി വരെയുള്ള പ്ലാസ്റ്റിക് നേച്ചറിൽ നമുക്ക് ഈ പെർമനന്റ് സെറ്റ് ഏതൊരു മെറ്റീരിയലും ലെസ് ദാൻ 1% ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യും. അത് കഴിഞ്ഞ് ഡി അൾട്ടിമേറ്റ് പോയിന്റ്, അവിടുന്ന് ഈ ഫ്രാക്ചർ പോയിന്റ്, ഡിക്ക് ശേഷം നമ്മൾ ലോഡ് കൊടുത്താൽ ഇതെല്ലാം പെർമനന്റ് ഡിഫോർമേഷൻ സംഭവിച്ച പോയിന്റാണ്. ഇയിൽ ചെല്ലുമ്പോൾ മെറ്റീരിയൽ ഫ്രാക്ചർ ആവും. അപ്പോൾ ഈ ഗ്രാഫ് നമ്മൾ കാണുമ്പോൾ OA ഇതിൻ്റെ ഹുക്സ് ലോ വാലിഡ് പോയിന്റ്, ഒപ്പം തന്നെ എലാസ്റ്റിക് നേച്ചർ കാണിക്കും. നേരത്തെ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ഇവിടെ ഇപ്പോൾ നമുക്ക് എലാസ്റ്റിക് നേച്ചറാണ് കാണുന്നത്. എന്ന് വെച്ചാൽ ഹുക്സ് ലോ ഫുള്ളി വാലിഡ് ആണ്, ഒപ്പം തന്നെ അതിൻ്റെ ഷേപ്പ് റീഗെയിൻ ചെയ്യും. ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് AB യിൽ ചെല്ലുമ്പോൾ അവിടെയും എലാസ്റ്റിക് സോൺ തന്നെയാണ്, പക്ഷേ അവിടുത്തെ ഒരു പ്രോബ്ലം ഹുക്സ് ലോ ഇൻവാലിഡ് ആണ്. നെക്സ്റ്റ് B യിൽ നിന്നും D വരെയും മെറ്റീരിയൽ പ്ലാസ്റ്റിക് നേച്ചർ കാണിക്കുന്നു. ഡിയിൽ അൾട്ടിമേറ്റ് പോയിന്റ് പിന്നെ അതിനുശേഷം നമ്മൾ ടെൻസൈൽ ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫ്രാക്ചർ പോയിന്റിലെത്തി മെറ്റീരിയൽ ബ്രേക്ക് ചെയ്യും. 30% വരെ ഒരു മെറ്റീരിയലിന് നമുക്ക് ആ ഗ്രാഫ് അനുസരിച്ച് ഫ്രാക്ചർ പോയിന്റിൽ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആൻഡ് മെൻഷൻ ദ യൂണിറ്റ് ഓഫ് G. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമ്മൾ പഠിച്ചേക്കുന്നത് ദ ഫോഴ്സ് ബിറ്റ്വീൻ a body upon the surface of earth is directly proportional to the product of their masses and inversely proportional to the square of the distance between them. ഈ ബോഡി നമ്മുടെ എർത്തിൻ്റെ സർഫേസിൽ വളരെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ എർത്തിൻ്റെ സർഫേസിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ ലോ അനുസരിച്ച് F നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് എടുത്ത് കളയുമ്പോൾ F is equal to G(m)m divided by r². അപ്പോൾ ഈ ലോ ഒന്നുകൂടി പറയാണ്, the force of attraction between two bodies in the universe is directly proportional to the product of their masses and inversely proportional to the square of the distance separating them. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ജിയുടെ യൂണിറ്റ് നമുക്ക് കിട്ടണം. നമുക്ക് എല്ലാവർക്കും അറിയാം ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ജിയുടെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ സ്മോൾ എമ്മും ക്യാപിറ്റൽ എമ്മിൻ്റെ യൂണിറ്റ് kg സ്ക്വയർഡ് ആണ്, ഡിവൈഡഡ് ബൈ r ഡിസ്റ്റൻസ് ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർഡ് ആണ്. അപ്പോൾ ജിയുടെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർഡ് ബൈ കിലോഗ്രാം സ്ക്വയർഡ്. ഇതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ജിയുടെ യൂണിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G and universal gravitational constant
ക്യാപിറ്റൽ ജി. നമ്മൾ തൊട്ട് മുമ്പ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജിയുടെ യൂണിറ്റ് നമ്മൾ കണ്ടു, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർഡ് ബൈ കിലോഗ്രാം സ്ക്വയർഡ് നമ്മൾ കണ്ടു. ഇനി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജി എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഡെഫിനിഷൻ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് വിച്ച് എ ബോഡി falls onto the surface of earth. അതിനാണ് നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതും ഒരു ഫോഴ്സ് ആണ്. F ഇസിക്കൽ ടു ഒരു ബോഡിയുടെ മാസ് m ആണെങ്കിൽ m ഇൻറ്റു ജി എന്ന് നമ്മൾ പറയും. തന്നെയല്ല തൊട്ട് മുമ്പ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് F ഇസിക്കൽ ടു ജി ഇൻറ്റു സ്മോൾ എം ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് നമ്മൾ പഠിച്ചു. ഇത് രണ്ടും ഈക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സോ നമുക്ക് എം ജി ഇസിക്കൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡിൽ എം എം അടിച്ചു പോകും. സോ ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ്. ഇതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ജി തമ്മിലുള്ള റിലേഷൻ. അപ്പോൾ ജി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവർ കണ്ടുപിടിച്ചിരിക്കുന്നത് നമുക്ക് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 6.67 × 10⁻11 എന്നുള്ള വാല്യൂ വരും. അതും മാസ് ഓഫ് ദി എർത്ത്, പിന്നെ റേഡിയസ് ഓഫ് എർത്ത് 6400 കിലോമീറ്റേഴ്സ്. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ യൂണിറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി? ഡിറൈവ് എ റിലേഷൻ ബിറ്റ്വീൻ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. derive a relation for orbital velocity. അപ്പോൾ escape velocity നമുക്ക് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കാം. The velocity with which a body should be projected from the surface of the earth in order to escape earth's gravitational pull and it should not return. അതിനാണ് നമ്മൾ escape velocity എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. VE എന്നാണ് നമ്മളത് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ VO ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? ദി വെലോസിറ്റി വിത്ത് വിച്ച് എ സാറ്റലൈറ്റ് ഷുഡ് റിവോൾവ് അറൌണ്ട് ദ പ്ലാനറ്റ് എർത്ത് സോ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് fall onto the surface of earth. ഇത് മിനിമം വെലോസിറ്റി, അതിനാണ് ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം ഇപ്പോൾ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഒരു ഡെറിവേഷൻ നമ്മൾ ചെയ്യാം. നമുക്ക് അതിനുശേഷം ഓർബിറ്റൽ വെലോസിറ്റിയും എസ്കേപ്പ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. അപ്പോൾ ആദ്യം ഓർബിറ്റൽ വെലോസിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ലെറ്റ് us കൺസിഡർ എ സാറ്റലൈറ്റ് ഓഫ് മാസ് m മൂവിങ് വിത്ത് വെലോസിറ്റി v, പിന്നീട് അത് VO എന്ന് നമ്മൾ സ്ഥാപിക്കാം. ആൻഡ് ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് h ഫ്രം ദി സർഫേസ് ഓഫ് എർത്ത്. എർത്തിന്റെ മാസ് നമുക്ക് അറിയാം m, മാസ് ഓഫ് എർത്ത്, ഒപ്പം തന്നെ റേഡിയസ് ഓഫ് എർത്ത് r, നമ്മൾ നേരത്തെ കണ്ടതാണ്. റേഡിയസ് ഓഫ് എർത്ത് r ആണ്, ക്യാപിറ്റൽ R ആണ്. ഓക്കെ, നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അനുസരിച്ച് F ഇസിക്കൽ ടു GMM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർഡ് നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ സാറ്റലൈറ്റ് അറ്റ് എ ഹൈറ്റ് h ആയതുകൊണ്ട് നമ്മൾ ഈ റിലേഷനെ R+h ഹോൾ സ്ക്വയർഡ് എന്ന് നമ്മൾ വിളിക്കും. കാരണം എന്താ, ഇപ്പോൾ സാറ്റലൈറ്റ് ഉള്ള ആ പോയിന്റിൽ നിന്ന് വേണം നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യാൻ. ഇപ്പോൾ മാസ് സ്മോൾ m, മാസ് ഓഫ് ദ സാറ്റലൈറ്റ്, സ്മോൾ m, മാസ് ഓഫ് ദ സാറ്റലൈറ്റ്, മാസ് ഓഫ് സാറ്റലൈറ്റ്, v നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്, ഹൈറ്റ് സാറ്റലൈറ്റുള്ള ഹൈറ്റ്, ക്യാപിറ്റൽ M, മാസ് ഓഫ് ദി എർത്ത്, r റേഡിയസ്. അപ്പോൾ ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ F ഇസിക്കൽ ടു GMM ഡിവൈഡഡ് ബൈ R+h ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു. തന്നെയല്ല, ഈ സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും ഇങ്ങനെ ഓർബിറ്റ് ചെയ്യണമെങ്കിൽ ആ ഓർബിറ്റൽ വെലോസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ്, അതിനെ ആ ഓർബിറ്റിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ എർത്ത്സ് ഗ്രാവിറ്റി പുള്ളാണ്. നമ്മൾ ഇത്രയേറെ ഞാൻ പറഞ്ഞ ഗ്രാവിറ്റി പുൾ G ആണ് ഇതിനെ ആ സെൻട്രിപീറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെൻട്രിപീറ്റൽ ഫോഴ്സ് എന്നുള്ള ഫോർമുല നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. F ഇസിക്കൽ ടു mv² ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ R. സോ ഈ ക്യാപിറ്റൽ R ഇവിടെ നമ്മളിപ്പോൾ വീണ്ടും ഈ അറ്റ് എ ഹൈറ്റ് h ആയതുകൊണ്ട് ക്യാപിറ്റൽ R നമ്മളിപ്പോൾ R+h തന്നെ എടുക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻ ഈക്വേറ്റ് ചെയ്യും. അപ്പോൾ GMM ഡിവൈഡഡ് ബൈ R+h ദ ഹോൾ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു mv² ഡിവൈഡഡ് ബൈ R+h എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇതിനകത്ത്
ആർ പ്ലസ് എച്ചും ഒരു ആർ പ്ലസ് ഇവിടെ പോകും. ബാക്കി നമുക്ക് ജി എം എം ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ നമ്മൾ കിട്ടും. അപ്പോൾ ഇതിനകത്ത് വി ആണ് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി. അപ്പോൾ വി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇവിടെ എം കൂടി പോകും കേട്ടോ, എം പോവും. അപ്പോൾ നമ്മൾ വി എടുക്കുമ്പോൾ ഇവിടെ ഞാൻ കാണിക്കുകയാണ്, we have v is equal to root of gm divided by r plus h എന്നുള്ള എക്സ്പ്രഷൻ വരും. ഈ എക്സ്പ്രഷനിൽ ഈ h എന്ന് പറഞ്ഞ ഫാക്ടർ സാറ്റലൈറ്റ് ഭൂമിക്ക് വളരെ നമ്മുടെ പ്ലാനറ്റ് എർത്തിന് വളരെ ക്ലോസ് ആയതുകൊണ്ട് അത് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. h അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0 ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ആ എക്സ്പ്രഷൻ v is equal to VO, കാരണം ഓർബിറ്റൽ വെലോസിറ്റി നമ്മൾ VO നമ്മൾ പറയുന്നു, v ആയിട്ട് ഞാൻ ഇപ്പോൾ കോൾ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് റൂട്ട് ഓഫ് gm ഡിവൈഡഡ് ബൈ r നമുക്ക് കിട്ടും, കാരണം h സ്മോൾ വാല്യൂ ആയിട്ട് നെഗ്ലക്ട് ചെയ്യാം. തൊട്ട് മുമ്പ് നമ്മൾ ഈ ജിഎം തമ്മിലുള്ള റിലേഷൻ ജി ഇസ് ഈക്വൽ ടു ജിഎം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ജിഎമ്മിന് പകരം എനിക്ക് ജി ആർ സ്ക്വയർ ആയിട്ട് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ വി ഒ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ചെയ്യുമ്പോൾ ആറും പോവും, റൂട്ട് ഓഫ് ജി ആർ എന്നുള്ളതാണ് ഓർബിറ്റൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ. തന്നെയല്ല നമ്മൾ നേരത്തെ ഈ ഓർബിറ്റൽ വെലോസിറ്റിക്ക് ഉള്ള എക്സ്പ്രഷൻ എസ്കേപ്പ് വെലോസിറ്റിക്ക് റിലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, അത് v is equal to root of 2gr ആണെന്നറിയാം. അപ്പോൾ ഇതിനകത്ത് ഓർബിറ്റൽ വെലോസിറ്റിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ റൂട്ട് ഓഫ് ജി ആർ നമ്മൾ സ്ഥാപിച്ചു. ഇപ്പോൾ root of gr is nothing but v0. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയും ഓർബിറ്റൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ √2VO എന്നുള്ളതാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളിപ്പോൾ പഠിച്ചത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഓർബിറ്റൽ വെലോസിറ്റി ആൻഡ് എസ്കേപ്പ് വെലോസിറ്റി, ഹൗ ഡു യു ഡിറൈവ് ദ വാല്യൂ ഓഫ് ഓർബിറ്റൽ വെലോസിറ്റി, ഒപ്പം തന്നെ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റി വാല്യൂസ് നേരത്തെ പറഞ്ഞു, 11.2 km/s എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കണ്ടത് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ഉപയോഗിച്ചത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് തമ്മിലുള്ള ഈ റിലേഷൻ നമ്മൾ നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ വിയുടെ വാല്യൂ derive ചെയ്തത്. The question, find the acceleration due to gravity at a depth d inside the surface of earth. അപ്പോൾ നമ്മൾ നമ്മുടെ എർത്തിനെ നമ്മൾ കാണാണ്, ഇതാണ് എർത്ത്. അപ്പോൾ ഈ എർത്തിന്റെ ഉള്ളിൽ അറ്റ് ഡെപ്ത് ഡിയിൽ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയാണ് നമ്മൾ എസ്റ്റാബ്ലിഷ്. അപ്പോൾ ഇത് ഡെപ്ത് സ്മോൾ ഡി, ജി വന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ ദ സർഫേസ് ഓഫ് എർത്ത്, 6 നമ്മുടെ എർത്തിന്റെ റേഡിയസ്. അപ്പം നമുക്കിപ്പോൾ വേണ്ടത് ഈ ജി ഡിയുടെ വാല്യൂ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്ത് എം എന്ന് പറഞ്ഞ സംഗതി എർത്തിന്റെ മാസ് ആണ്. അപ്പോൾ നമുക്ക് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം നമുക്കറിയാം 4/3πr³ ആണ് ഒരു സ്പിയറിന്റെ വോളിയം. നമ്മൾ എർത്തിനെ ഒരു സ്പിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു, ടേക്കിംഗ് എർത്ത് ആസ് എ സ്പിയർ. സ്പിയറിന്റെ വോളിയം നമുക്കറിയാലോ 4/3πr³ ആണ്. അപ്പൊ ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയമിൽ എർത്തിന്റെ വോളിയം ഞാൻ 4/3πr³ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാസിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊണ്ടുവരാണ്. എങ്ങനെയാ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ m is equal to ρ × 4/3πr³ എനിക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, ഈ എക്സ്പ്രഷനിൽ നിന്നും എനിക്ക് മാസിന് ഒരു പുതിയ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഞാൻ g is equal to g ഇൻറ്റു എമ്മിന് പകരം ρ × 4/3πr³ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ, ഈ എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ആർ സ്ക്വയർഡും ഒരു ആർ സ്ക്വയർഡ് പോകും, റിമൈനിങ് നമുക്കുള്ള വാല്യൂ 4/3πr ഇൻറ്റു ρg എന്നുള്ള എക്സ്പ്രഷൻ നമുക്ക് ജിക്ക് കിട്ടും. ഇതൊരു ഈക്വേഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാണ്, ഇതിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഈ എക്സ്പ്രഷനിൽ നമുക്ക് ഇനി ഈ എക്സ്പ്രഷൻ തന്നെ ജി ഡി എനിക്ക് കൊണ്ടുവരാൻ, ജി ഡി ഇസ് ഈക്വൽ ടു എനിക്ക് 4/3πr
മൈനസ് ഡി ഞാൻ പറയാം ആർ മൈനസ് ഡി ഇൻറ്റു റോ ഇൻറ്റു ജി എന്ന് കൊടുക്കും. കാരണം നമുക്ക് വേണ്ടത് അറ്റ് എ ഡെപ്ത് ഡി, നമ്മുടെ എർത്തിന്റെ സർഫേസിൽ നിന്നും അറ്റ് എ ഡെപ്ത് ഡി ഉള്ള ഗ്രാവിറ്റി കിട്ടണം, ജി ഡി നമുക്ക് കിട്ടണം. അപ്പോൾ ജി ഡി കിട്ടണമെങ്കിൽ ഈ എക്സ്പ്രഷനിൽ തന്നെ ജിക്ക് വേണ്ടി നമ്മൾ മാസ് ഉപയോഗിച്ച് അതിന്റെ സ്ഥാനത്ത് ഡെൻസിറ്റിയും വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടിയ ഈ എക്സ്പ്രഷൻ 4/3 പൈ ആർ റോ ജിയുടെ ഇത് നമ്മൾ 4/3 പൈ ഇൻറ്റു ആറിന് പകരം ആർ മൈനസ് ഡി, കാരണം നമുക്ക് ആർ മൈനസ് ഡി ദൂരത്തിലാണ് നമുക്ക് ഇനി ഗ്രാവിറ്റി കിട്ടുന്നത്. അപ്പോൾ ആർ മൈനസ് ഡി ഇൻറ്റു റോ ഇൻറ്റു നമ്മുടെ ബാക്കിയുള്ള ടേം. അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് 2 എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 2 നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ജി ബൈ ജി ഡി ഇസ് ഈക്വൽ ടു 4/3 പൈ ആർ റോ ജി ഡിവൈഡഡ് ബൈ 4/3 പൈ ആർ മൈനസ് ഡി റോ ജി. ഇതിൻ്റെ അകത്ത് 4/3 പൈ റോ ജി പോവും, നമുക്ക് ബാക്കി ജി ബൈ ജി ഡി ഇസ് ഈക്വൽ ടു ആർ ബൈ ആർ മൈനസ് ഡി കിട്ടും. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേണ്ടത് ജി ഡി ആണ്. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു ആർ മൈനസ് ഡി ഡിവൈഡഡ് ബൈ ആർ എന്നുള്ള എക്സ്പ്രഷൻ കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ജി ഡി ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ഡി. ഈ എക്സ്പ്രഷൻ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ഡെപ്ത് കൂടുന്തോറും ഈ ഡെപ്ത് ഡിയുടെ വാല്യൂ ഡെപ്ത് കൂടുന്തോറും നമുക്ക് കാണാം ജിയുടെ വാല്യൂ കുറയാനാ പോണേ. ഞാൻ ഒന്നുകൂടി പറയാം, ഡെപ്ത് ഡി കൂടുകയാണെങ്കിൽ അതായത് റേഡിയസിന്റെ അടുത്തേക്ക് അടുക്കുന്തോറും ഈ വാല്യൂ കൂടുന്തോറും 1 മൈനസ് എന്നുള്ള ഒരു ടേം നമുക്കവിടെ വരും. അപ്പോൾ അത്രയും വാല്യൂ ജിയിൽ നിന്നും കുറയാനാ പോണേ. വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഡെപ്ത് നമ്മളിങ്ങനെ കൂട്ടി റേഡിയസിന്റെ അവിടേക്ക് വരാണെങ്കിൽ, അതായത് ഇഫ് ഡി ഇസ് ഈക്വൽ ടു ആർ ആവാണെങ്കിൽ ജി ഡിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഗ്രാവിറ്റി അറ്റ് ദ സെന്റർ ഓഫ് എർത്ത് ഗ്രാവിറ്റി അറ്റ് സെന്റർ ഓഫ് എർത്ത് നമുക്ക് 0 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം വിത്ത് ആൻഡ് ഗിവ് എക്സാമ്പിൾസ്. അപ്പോൾ നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് പി വാലിട്ട പി മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. അപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഒരു ബോഡിമാൻ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യാത്ത പക്ഷം അതിന്റെ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. കാരണം മൊമെന്റ് ഈക്വേഷൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വെലോസിറ്റി വി ഉണ്ട്, ബോഡി മൂവ് ചെയ്യുന്നില്ലെങ്കിലോ വെലോസിറ്റി 0 ആയിരിക്കും, മൊമെന്റ് 0 ആയിരിക്കും. അപ്പൊ ലോ ഓഫ് ലീനിയർ കൺസർവേഷൻ ലീനിയർ മൊമെന്റം പറയുന്നത് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ഓൺ എ ബോഡി, അതായത് പുറമേ നിന്ന് ഒരു ഫോഴ്സ് ഒരു ബോഡിയുമേ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ലീനിയർ മൊമെന്റം ഇസ് കൺസേർവ്ഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്. ഞാൻ ഒന്നുകൂടി പറയാണ്, when no external force is acting on a body, the linear momentum of the body is constant. അപ്പോൾ അത് നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊമെന്റത്തിന്റെ ഇക്വേഷൻ അറിയാം, മാസിന്റെ വെലോസിറ്റി ആണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതിൽ എഫിന്റെ വാല്യൂ 0 ആണ്, ഫോഴ്സിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ അത് നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി ടി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് നമ്മൾ പറയുമ്പോൾ ഫോഴ്സ് 0 കിട്ടണമെങ്കിൽ പി നമുക്ക് എന്തായിരിക്കണം, പി കോൺസ്റ്റന്റ് ആയിരിക്കണം, ശരിയല്ലേ? പി കോൺസ്റ്റന്റ് ആയിരിക്കണം. ഡിഫറൻസിയേഷനിൽ ഡിഫറൻഷ്യൽ ഓഫ് എ കോൺസ്റ്റന്റ് എപ്പോഴും 0 ആയിരിക്കും. അപ്പോൾ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ വെൻ നോ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് എന്ന് പറയുമ്പോൾ ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0, പി കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോ പറയുന്നത്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ പറയുന്നത് ഫോഴ്സ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് എന്നാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അപ്ലൈഡ് ഫോഴ്സ്, എഫ് പ്രൊപ്പോർഷണൽ ഡി പി ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഫ് ഇസ് ഈക്വൽ ടു കെ ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. നമ്മൾ ഈ ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ അതൊരു ചേഞ്ചിങ് എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ എഴുതുമായിരുന്നു. സോ എഫ് ഇസ് ഈക്വൽ ടു കെ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതും.
നമ്മൾ ട്രിഗ്നോമെട്രിയിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആവുമ്പോഴേ നമ്മൾ അത് ഒരു ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ ആയിട്ട് എഴുതുള്ളൂ. ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുമ്പോൾ. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ അങ്ങനെയാണ് ഈ ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ നമുക്ക് വരുന്നത്. ഈ കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടിയിൽ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആകുമ്പോഴാണ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ എക്സ്പ്രഷൻ വരുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ ഞാൻ വീണ്ടും എഴുതാണ്. എഫ് ഇസിക്കൽ ടു കെ ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് മൊമെന്റം നമുക്ക് മാസ് ഇൻറ്റു വെലോസിറ്റി ആണെന്ന് അറിയാം, ഡിവൈഡഡ് ബൈ ഡി ടി. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വീണ്ടും അടുത്തത് കെ ഇൻറ്റു മാസ് കോൺസ്റ്റന്റ് ആയിരിക്കും, എം എനിക്ക് പുറത്തെടുക്കാം, എം ഇൻറ്റു ഡി വി ബൈ ഡി ടി നമുക്ക് എഴുതാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഡി വി ബൈ ഡി ടി ഒന്നുമല്ല എഫ് ഇസിക്കൽ ടു കെ ഇൻറ്റു എം ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഡി വി ബൈ ഡി ടി ഒന്നുമല്ല ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമുക്ക് കെയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ, മാസ് 1 kg ആണെങ്കിൽ, ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർഡ് ആണെങ്കിൽ കെയുടെ വാല്യൂ 1 ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ് ദ law of conservation of linear momentum നമ്മൾ അങ്ങനെയാണ് തുടങ്ങിയത്. according to the law of conservation of linear momentum, when no external force is acting upon a body, rate of change of momentum is 0. അതായത് മൊമെന്റം ഇസ് കോൺസ്റ്റന്റ് കൺസേർവ്. അപ്പോൾ പി കോൺസ്റ്റന്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ച് പി കോൺസ്റ്റന്റിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ 0 ആണ്. എന്ന് വെച്ചാൽ ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നമ്മൾ പഠിച്ചു. ഒപ്പം തന്നെ ഒരു പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫൈൻ ന്യൂട്ടൺ എന്ന് പറയുകയാണെങ്കിൽ, ഡിഫൈൻ ന്യൂട്ടൺ ഇതേ ലോയിൽ തന്നെ ഡിഫൈൻ ന്യൂട്ടൺ പറയുകയാണെങ്കിൽ 1 ന്യൂട്ടൺ ഇസ് ദ ഫോഴ്സ്. ശ്രദ്ധിക്കട്ട, 1 ന്യൂട്ടൺ ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ ബോഡി ഓഫ് 1 മാസ് which is under an acceleration of 1 meter per second squared. അപ്പോൾ 1 meter per second squared acceleration of body, അതിന്റെ മാസ് 1 kg ആണെങ്കിൽ അതിലുണ്ടാവുന്ന അതിന്റെ മൂവ്മെന്റിന് കിട്ടുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയും ന്യൂട്ടന്റെ ഡെഫിനിഷൻ കൂടി നമുക്ക് കൊണ്ടുവരാം. ഇനി ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ എക്സാമ്പിൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ റീകോയിൽ വെലോസിറ്റി ഓഫ് എ ഗൺ ആണ്. അപ്പോൾ ഒരു ഗൺ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഗണ്ണിന്റെ ബോഡി റീകോയിൽ വെലോസിറ്റി കാരണം ഗൺ റീകോയിൽ തിരിച്ച് ബാക്കിലേക്ക് വരികയും ബുള്ളറ്റ് ഫ്രണ്ടിലേക്കും പോവുകയും ചെയ്യാം. അപ്പോൾ ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം ആണെന്ന് വിചാരിക്കാം. ബുള്ളറ്റിന്റെ മാസ് സ്മോൾ എം, ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ അതിന്റെ വെലോസിറ്റി സ്മോൾ വി ആണെന്ന് വിചാരിക്കാം. ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണെന്ന് വിചാരിക്കാം. ഗണ്ണിന്റെ ബാക്കിലേക്ക് നമ്മളത് ഫയർ ചെയ്യുമ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു ലീനിയർ മൊമെന്റം കൺസർവ് ആവുമ്പോൾ ബുള്ളറ്റ് ഫോർവേഡും ഗൺ ബാക്കിലേക്ക് വരുമ്പോൾ ഗണ്ണിന്റെ വെലോസിറ്റി ക്യാപിറ്റൽ വി ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് ഈ എക്സാമ്പിളിൽ മൊമെന്റം ബിഫോർ ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ എന്നുള്ള എക്സ്പ്രഷൻ നമ്മൾ കൊണ്ടുവരും. ലീനിയർ മൊമെന്റംന്റെ കൺസർവേഷൻ അനുസരിച്ച് when no external force is acting upon a body, the linear momentum is conserved എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് മൊമെന്റം ബിഫോർ ഇസ് ഈക്വൽ ടു മൊമെന്റം ആഫ്റ്റർ നമ്മൾ അത് ഈക്വേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ മൊമെന്റം ബിഫോർ എന്തായിരിക്കും? ബോഡി ഫയർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ രണ്ടിന്റെ മൊമെന്റം 0 ആയിരിക്കും. ബുള്ളറ്റ് മൂവ്മെന്റിലില്ല, ഗൺ മൂവ്മെന്റിൽ 0 ആയിരിക്കും. ഫയർ ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത് മാസ് ഇൻറ്റു വെലോസിറ്റി. മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞു, മൊമെന്റം മാസിന്റെ വെലോസിറ്റി ആണല്ലോ. മാസിന്റെ വെലോസിറ്റി പ്ലസ് ഗണ്ണിന്റെയും മാസ് ഇൻറ്റു ക്യാപിറ്റൽ വി. സിംപ്ലിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് എം വി 0, ഇതിന്റെ LHS 0 ആയതുകൊണ്ട് മൈനസ് എം വി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം വി, ഓർ വി ഇസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഈ എക്സ്പ്രഷനിൽ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ മൈനസ് സൈൻ എന്തുകൊണ്ടാണ് വരണേ? ബുള്ളറ്റ് ഫോർവേഡും ഗൺ റീകോയിൽ ബാക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ടാണ് മൈനസ് സൈൻ. ഇതിനകത്ത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ എം ഗണ്ണിന്റെ മാസ് കൂടുന്തോറും അതിന്റെ റീകോയിൽ വെലോസിറ്റി കുറയുന്നതായിട്ടാണ് കാണുക. അതായത് ആസ് എം ഇൻക്രീസസ് capital V decreases. So and hence this is a very good example for recoil velocity of gun explaining law of conservation of linear momentum. Adutha question, a person traveling down in a lift experiences loss of weight. Why? അപ്പോൾ നമുക്കറിയാം പേഴ്സൺ താഴേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അയാളുടെ വെയിറ്റ് mg ആണ്. ഫ്ലോർ ഓഫർ ചെയ്യുന്ന അയാളുടെ വെയിറ്റിനനുസരിച്ച് ഓഫർ ചെയ്യുന്ന റിയാക്ഷൻ R ആണ്. ലിഫ്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ മൊത്തം ലിഫ്റ്റ് ടോട്ടലായിട്ട് ലിഫ്റ്റിൻ്റെ മാസ് m ആണ്, ലിഫ്റ്റിൻ്റെ ആക്സിലറേഷൻ a ആണ്. അപ്പോൾ താഴേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അയാളുടെ റിയാക്ഷൻ, അതായത്
അപ്പാരന്റ് വെയിറ്റ് അയാൾക്ക് കുറഞ്ഞതായിട്ട് തോന്നും. കാരണം താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ റിയാക്ഷൻ ആർ ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ mg മൈനസ് ആർ ഇസ് ഈക്വൽ ടു ma എന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് ഈ mg എന്ന് പറയുന്നത് അയാളുടെ വെയിറ്റ് ആണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റി. താഴേക്ക് വരുമ്പോൾ അപ്പാരന്റ് വെയിറ്റ് റിയാക്ഷൻ ഇല്ലാത്തതിനാൽ mg മൈനസ് ആർ ഇസ് ഈക്വൽ ടു ma നമ്മൾ കൊടുക്കും. അപ്പോൾ ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ r ഇസ് ഈക്വൽ ടു m ഇൻറ്റു g മൈനസ് a എന്ന് സിംപ്ലിഫൈ ചെയ്യും. ഇതാണ് പേഴ്സൺ ട്രാവലിംഗ് ഡൗൺ ഇൻ എ ലിഫ്റ്റ്. നേരെ മറിച്ച് ട്രാവലിംഗ് അപ്വേർഡ്സ് ഇൻ എ ലിഫ്റ്റ് ആണെങ്കിൽ നമുക്കത് r മൈനസ് എം ജി ഇസ് ഈക്വൽ ടു എം എ എന്ന് എഴുതി വരും. ശ്രദ്ധിക്കണം, ഇതിനകത്ത് എ ആക്സലറേഷൻ ഓഫ് ദ ലിഫ്റ്റ് ആണ് കേട്ടോ. ലിഫ്റ്റ് മുകളിലേക്കായാലും താഴേക്കായാലും അതിന്റെ ആക്സലറേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ഇയാൾ ലിഫ്റ്റ് മുകളിലേക്ക് പോവാണെങ്കിൽ ഇത് ലിഫ്റ്റ് ഡൗൺ, ലിഫ്റ്റ് ഡൗൺ, ലിഫ്റ്റ് ഡൗൺ. ഇത് ലിഫ്റ്റ് അപ്പ് ആണെങ്കിൽ, ലിഫ്റ്റ് അപ്പ് ആവുമ്പോൾ അയാളുടെ അപ്പാരന്റ് വെയിറ്റ് കൂടുന്നത് ആയിട്ട് തോന്നിക്കും. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ലിഫ്റ്റ് നമ്മുടെ വെയിറ്റ് കൂടുന്നതായിട്ട് തോന്നിക്കും. സോ ആർ മൈനസ് എം ജി ഇസിക്കൽ ടു എം എ. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആർ ഇസിക്കൽ ടു എം ഇൻറ്റു ജി പ്ലസ് എ. ഇതാണ് അയാളുടെ വെയിറ്റ് കൂടിയതായിട്ട് തോന്നാനുള്ള കാരണം. സോ ലിഫ്റ്റ് അപ്പ്. ഇനി ഒരു പക്ഷേ ഇതേ പ്രോബ്ലം തന്നെ ലിഫ്റ്റ് ഒരു പക്ഷേ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് സെയിം എക്സ്പ്രഷൻ ആർ മൈനസ് എം ജി എടുത്തിട്ട് അതിനകത്ത് എം എ വേർ എ ഇസിക്കൽ 0, കാരണം ലിഫ്റ്റ് മൂവ് ചെയ്യുന്നില്ല, അപ്പോൾ ആക്സലറേഷൻ 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആർ ഇസിക്കൽ ടു എം ജി, മൂവ്മെന്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ റിയാക്ഷൻ അപ്പാരന്റ് വെയിറ്റും ആളുടെ വെയിറ്റും രണ്ടും സെയിം ആയിരിക്കും. ഒരു പക്ഷേ ഇനി ലിഫ്റ്റ് കോഡ് പൊട്ടി ലിഫ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇതേ എക്സ്പ്രഷൻ തന്നെ ലിഫ്റ്റ് താഴേക്ക് വരികയാണെങ്കിൽ ദി ഫസ്റ്റ് എക്സ്പ്രഷൻ റിയാക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഈ എക്സ്പ്രഷനിൽ റിയാക്ഷൻ ഇല്ലാത്ത ഈ എക്സ്പ്രഷൻ നമ്മൾ എടുക്കുന്നു. എം ജി മൈനസ് ആർ ഇസിക്കൽ ടു എം എയില് ലിഫ്റ്റ് പൊട്ടി താഴേക്ക് വരികയാണെങ്കിൽ എന്താ പറ്റുക? ഈ ഗ്രാവിറ്റിയും ആക്സിലറേഷനും രണ്ടും സെയിം ആയി പോകും. കാരണം ലിഫ്റ്റിന്റെ ആക്സിലറേഷൻ പൊട്ടി കഴിയുമ്പോൾ ലിഫ്റ്റിന്റെ ആക്സിലറേഷനും ഗ്രാവിറ്റി ഉള്ള ആക്സിലറേഷൻ ഗ്രാവിറ്റി രണ്ടും സെയിം ആവാണ്. അപ്പോൾ ജി ഇസിക്കൽ ടു എ ആയി കഴിയുമ്പോൾ ആ ഇക്വേഷൻ എനിക്ക് തിരിച്ചെഴുതാം. എം ജി മൈനസ് ആർ ഇസിക്കൽ ടു എം ജി തന്നെയാവും. അപ്പോൾ ആർ ഇസിക്കൽ ടു 0, റിയാക്ഷൻ ഉണ്ടാവില്ല. അതായത് ആള് താഴേക്ക് പൊട്ടി വീഴുന്ന ലിഫ്റ്റിൽ ആൾക്ക് റിയാക്ഷൻ കിട്ടാത്തതുകൊണ്ട് ഹി എക്സ്പീരിയൻസസ് വെയ്റ്റ്ലെസ്നെസ്, WIGHT വെയ്റ്റ്ലെസ്നെസ്. അയാൾക്ക് വെയിറ്റ് ഒന്നും ഇല്ലാത്ത അനുഭവമായിരിക്കും. വെയ്റ്റ്ലെസ്നെസ് ആണ് പൊട്ടി വീഴുന്ന ലിഫ്റ്റിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനിൽ തന്നെ അവർ പല സബ് ഡിവിഷൻസും ഉണ്ടാവട്ടെ. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ബെർണോളിസ് തിയറം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറയേണ്ടി വരും. ഞാനിപ്പോൾ പറയാൻ പോവാണത്. പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്, സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്റ്റെപ്സ്. പിന്നെ മൂന്നാമത് അവർ വെറും ഈ കണ്ടിന്യൂറ്റി ഈക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ മാസ് ബാലൻസ്, മാസ് ഇൻ മാസ് ഔട്ട്, ഈ കണ്ടിന്യൂറ്റി ഈക്വേഷൻ മാത്രം അവർ പ്രൂവ് ചെയ്യാൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാനെല്ലാം ഒരു ക്വസ്റ്റ്യനിൽ തന്നെ കവർ ചെയ്യാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയാണെങ്കിൽ, ഫോർ ആൻ ഇൻകംപ്രസിബിൾ നോൺ വിസ്കസ് ഫ്ലോ ഇൻ എ പാത്ത് അലോങ് എ സ്ട്രീം ലൈൻ. സ്ട്രീം ലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകുന്ന ഇതൊരു ഫ്ലൂയിഡ് ഒഴുകുന്ന, ഒരു ലിക്വിഡ് ഒഴുകുന്ന ഒരു പാത്താണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ കൂടിയ ഭാഗമുണ്ട്, പൈപ്പ് ലൈൻ ഡയമീറ്റർ കുറഞ്ഞ ഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴുകുമ്പോൾ ദി സം ടോട്ടൽ ഓഫ് പ്രഷർ, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഈസ് എ കോൺസ്റ്റന്റ്. ഒന്നുകൂടി പറയാണ്, ബെർണോളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. അലോങ് എ സ്ട്രീം ലൈൻ പെർ യൂണിറ്റ് വോളിയൂം ഓഫ് ദ ഫ്ലൂയിഡ്, the sum total of pressure, kinetic energy and potential energy is a constant per unit volume. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ. ഇപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇങ്ങനെ ഒരു പൈപ്പ് ലൈൻ നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു സൈഡിൽ ഏരിയ A1, അവിടുത്തെ ഉള്ള വെലോസിറ്റി, ഫ്ലൂയിഡിൻ്റെ അവിടുത്തെ വെലോസിറ്റി V1, ഡെൽറ്റ x1 ഒരു ചെറിയ ഡിസ്റ്റൻസ് ആ ലിക്വിഡ് നീങ്ങുമ്പോൾ, മൂവ് ചെയ്യുമ്പോൾ ഡെൽറ്റ x1 ഒരു ചെറിയ ഡിസ്റ്റൻസ്. ഇപ്പൊ അതേപോലെ മൂവ്മെന്റ് ഇവിടെ ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ ഡെൽറ്റ x2 എടുക്കും. അവിടുത്തെ ഏരിയ A2, അവിടുത്തെ വെലോസിറ്റി V2.
ഇത് സംഭവിക്കുന്ന സമയം ഒന്ന് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഡെൽറ്റ ടി മാത്രം നമ്മൾ എഴുതിയത്. ഡെൽറ്റ ടിയിൽ 1 ഉം 2 ഇല്ല, ഡെൽറ്റ ടി തന്നെ. ഈ സെക്ഷന്റെ ഹൈറ്റ്, സെന്റർ പോയിന്റ് സെക്ഷൻ 1ന്റെ ഹൈറ്റ് h1, സെക്ഷൻ 2ന്റെ ഹൈറ്റ് h2. ഇതിനകത്ത് ഇവിടെ കയറുന്ന മാസ് അങ്ങനെ തന്നെ പുറത്തേക്ക് പോകണമല്ലോ, അതാണല്ലോ മാസ്. ഇവിടെ കടത്തി വിട്ട മാസ്, ആ മാസ് പുറത്തേക്ക് അങ്ങനെ തന്നെ സെക്ഷൻ 2ലും പോകണം. അതുകൊണ്ടാണ് മാസ് ഇൻ ഇസ് ഈക്വൽ ടു മാസ് ഔട്ട് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് മാസിനുള്ള എക്സ്പ്രഷൻ നമുക്ക് കിട്ടാം? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ മാസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻടു വോളിയം. എങ്ങനെയാണ് ഈ വോളിയമിന്റെ എക്സ്പ്രഷൻ നമ്മൾ എടുത്തത്? ഫ്ലോ റേറ്റ് ആണ്. വോളിയം കിട്ടുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു നമുക്കറിയാം വോളിയൂമിനുള്ള എക്സ്പ്രഷൻ വോളിയൂം ഇസ് ഈക്വൽ ടു ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, ശരിയല്ലേ? ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ അനുസരിച്ച് ഡിസ്റ്റൻസ് എനിക്ക് കിട്ടണമെങ്കിൽ, ഡിസ്റ്റൻസ് ഒരു ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് ഇൻ എ ടൈം ഡെൽറ്റ ടി പോകണമെങ്കിൽ എനിക്ക് എക്സ്പ്രഷൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അപ്പോൾ അതാണ് വെലോസിറ്റി ഇൻറ്റു ടൈം ഞാൻ ഉപയോഗിച്ചാൽ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഈ എക്സ്പ്രഷനിൽ v1 ഇൻറ്റു ഡെൽറ്റ ടി അല്ലെങ്കിൽ v2 ഇൻറ്റു ഡെൽറ്റ ടി വാസ്തവത്തിൽ അതിന്റെ ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇൻറ്റു ക്രോസ് സെക്ഷണൽ ഏരിയ എനിക്ക് വോളിയൂം ആയിട്ട് കിട്ടാം. അപ്പോൾ വോളിയൂം ഇൻറ്റു ഡെൻസിറ്റി ആണ് എൻ്റെ മാസ്. ഈ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, കാരണം ഡെൻസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ ടി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ a1 v1 is equal to a2 v2. അതാണ് എൻ്റെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ഇത് ഒരെണ്ണം അവർ എക്സാമിനേഷൻ ചോദിക്കാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, ഡിറൈവ് ദ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ്, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്ലൂയിഡ്. ഈ ഒഴുകുന്ന ഫ്ലൂയിഡിന്റെ മോഷൻ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കൈനറ്റിക് എനർജിയുള്ള മാസം ഉള്ള ചേഞ്ച് ഹാഫ്, നമുക്കറിയാം ഹാഫ് എം വി സ്ക്വയർഡ്. ഇപ്പൊ ഹാഫ് എം v2 സ്ക്വയർഡ് ഇവിടുത്തെ കൈനറ്റിക് എനർജി അവിടെ ചെല്ലുമ്പോൾ ഉള്ള വാല്യൂ നമ്മൾ ഇങ്ങനെ എഴുതുന്നു ഡിഫറൻസ് ആയിട്ട്. കൈനറ്റിക് എനർജി v2 സ്ക്വയർഡ് മൈനസ് v1 സ്ക്വയർഡ്. അപ്പോൾ അവിടെ വീണ്ടും ഈ എമ്മിന് ഞാൻ നേരത്തെ a1 v1 is equal to a2 v2 പ്രൂവ് ചെയ്തത് കൊണ്ട് എമ്മിന്റെ സ്ഥാനത്ത് എനിക്ക് രണ്ട് സൈഡും a1 v1 a2 v2 ഉള്ളതുകൊണ്ട് എനിക്കത് കോമൺ എടുക്കാം. കാരണം നിങ്ങൾക്ക് അത് ഇക്വേഷൻ അനുസരിച്ച് a1 v1 is equal to a2 v2 നമ്മൾ തെളിയിച്ചുകൊണ്ട് a1 v1 നമ്മൾ കോൺസ്റ്റന്റ് എടുക്കുന്നു. മാസിന് വേണ്ടിയുള്ള എക്സ്പ്രഷൻ ഞാൻ റോ എ വി ഡെൽറ്റ ടി നമ്മൾ ചെയ്യുന്നു. ഉള്ളിൽ നമ്മൾ മാസിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ v2 സ്ക്വയർഡ് മൈനസ് v1 സ്ക്വയർഡ് നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഫ്ലൂയിഡ് mg h2 മൈനസ് h1 എന്നുള്ള എക്സ്പ്രഷൻ എമ്മിന് വീണ്ടും ഞാൻ ഇതേ സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ കൊണ്ടുവരാണ്. റോ എ വി ഡെൽറ്റ ടി ഈ ജി ഞാൻ കൊണ്ടുവരുന്നു h2 മൈനസ് h1. ഇതിനെ ഞാനിട്ട് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടാൻ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞോണം a1 v1 is equal to a2 v2 നമ്മൾ ഡിറൈവ് ചെയ്തു. അപ്പോൾ ഈ ഫ്ലോ പോകുന്ന ലിക്വിഡിൽ നമുക്ക് രണ്ട് എനർജി നമ്മൾ വരുന്നുണ്ട്. ഒന്ന് നമ്മൾ കൈനറ്റിക് എനർജി, മൂവിങ് ലിക്വിഡുള്ള കൈനറ്റിക് എനർജി തന്നെയല്ല, ഹൈറ്റ് റീച്ച് ചെയ്ത് കഴിയുമ്പോൾ ഹൈറ്റിൽ മാറ്റമുള്ളതുകൊണ്ട് ഹൈറ്റ് റീച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ആ രണ്ട് എനർജിയുടെ ടോട്ടലാണ് ഈ ലിക്വിഡുമേ ചെയ്തു വരുന്ന വർക്ക്, നെറ്റ് വർക്ക് ഡൺ. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ കൈനറ്റിക് എനർജിക്കുള്ള എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു, പൊട്ടൻഷ്യൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. അതെങ്ങനെ നമ്മൾ ചെയ്തതെന്ന് നമ്മളിപ്പോൾ കണ്ടു. Therefore net work done is equal to work done at 1 minus work done at 2 എന്ന് പറയാൻ കാരണം ഇവിടെ ഈ ലിക്വിഡ് ഇവിടുന്ന് ഇവിടെ വരെ ഒരു സെക്ഷൻ ലിക്വിഡ് അങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വർക്ക് ഡൺ സെക്ഷൻ 1 മൈനസ് വർക്ക് ഡൺ അറ്റ് സെക്ഷൻ 2 എന്ന് പറയാൻ കാരണം ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്ലോ മുകളിലേക്കും പ്രഷർ താഴേക്കുമാണ്. ഏതൊരു ലിക്വിഡും മുകളിലേക്ക് ഒഴുകുമ്പോൾ അതിന്റെ പ്രഷർ താഴേക്കാണ്. മുകളിലേക്ക് ഫ്ലോ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഫ്ലോ മുകളിലേക്കും അതിന്റെ പ്രഷർ ഓപ്പോസിറ്റ്. അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ 1 - 2 എടുക്കാൻ കാരണം. അപ്പോൾ നമ്മൾ വീണ്ടും വർക്ക് ഡൺ അറ്റ് 1 അതിനുള്ള എക്സ്പ്രഷൻ എങ്ങനെയാണ്? P1 A1 V1 ഡെൽറ്റ ടി നമുക്ക് വർക്ക് ഡൺ ഉള്ള എക്സ്പ്രഷൻ കിട്ടുക. നമുക്കറിയാം വർക്ക് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? വർക്ക് ഇസ് നത്തിങ് ബട്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു v1 ഇൻറ്റു ഡെൽറ്റ ടി എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു.
V1 ഡെൽറ്റ ടി. ഇനി ഫോഴ്സ് ഇസ് നത്തിങ് ബട്ട് പ്രഷർ ഇൻറ്റു ഏരിയ. കാരണം എന്താ? പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ എന്നുള്ള എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ P1 A1 V1 ഇൻറ്റു ഡെൽറ്റ ടി ആണ് എൻ്റെ വർക്ക് ഡൺ അറ്റ് സ്റ്റേഷൻ 1ന്റെ എക്സ്പ്രഷൻസ്. അതേപോലെ തന്നെ സ്റ്റേഷൻ 2ല് P2 A2 V2 ഡെൽറ്റ ടി ആണ് ഇവിടെ എഴുതേണ്ടിയിരുന്നത്. ഞാനിവിടെ A1 V1 എഴുതാൻ കാരണം എന്താ? നമ്മൾ A1 V1 is equal to A2 V2 എന്ന് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ A2 V2ന്റെ സ്ഥാനത്ത് A1 V1 തന്നെ എഴുതാണ്. ഇനി ഞാൻ എന്ത് ചെയ്തു? അവിടെ A1 V1 ഡെൽറ്റ ടി രണ്ട് സൈഡും കോമൺ ആണ്, രണ്ടും സെയിം ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഇവിടെ എഴുതാൻ വേണമെങ്കിൽ A1 V1 is equal to A2 V2 എന്ന് എഴുതാം. എന്നിട്ട് നമ്മളത് കോമൺ എടുത്ത് P1 മൈനസ് P2. ഇപ്പൊ ഇതാണ് നമ്മുടെ നെറ്റ് വർക്ക് ഡണ്ണിനുള്ള എക്സ്പ്രഷൻ. ഇനി നമ്മൾ കൈനറ്റിക് എനർജിക്ക് ഉണ്ടായ എക്സ്പ്രഷനും പൊട്ടൻഷ്യൽ എനർജിക്ക് ഉണ്ടായ എക്സ്പ്രഷനും നമ്മൾ കൂട്ടിച്ചേർത്ത് എഴുതാണ്. LHS വന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വന്ന് നമ്മൾ വർക്ക് ഡൺ മൈനസ് അറ്റ് 1 മൈനസ് വർക്ക് ഡൺ അറ്റ് 2 എക്സ്പ്രഷൻ എഴുതി. റൈറ്റ് സൈഡ് ഈ ഉണ്ടാക്കിയ കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജി എക്സ്പ്രഷൻ നമ്മൾ എഴുതി. ഇനി ഇതിനകത്തുള്ള കോമൺ ടേംസ് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബെർണോളിസ് തിയറത്തിന്റെ ഫൈനൽ എക്സ്പ്രഷൻ കിട്ടും. നമുക്ക് കിട്ടാൻ പോകുന്നത് എങ്ങനെയാ? നമുക്ക് കിട്ടാൻ പോകുന്നത് P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർഡ് പ്ലസ് റോ GH1 ഇസ് ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർഡ് പ്ലസ് റോ GH2 എന്നാണ് കിട്ടാൻ പോണേ. ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള എക്സ്പ്രഷനിൽ ഒരു സ്റ്റേഷൻ 1ൽ ഉള്ള പ്രഷർ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, പ്രഷർ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് വേറൊരു സ്റ്റേഷനിലുള്ള പ്രഷർ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ആയതുകൊണ്ട് വേറെ മൂന്നാമത്തെ സ്റ്റേഷൻ എടുത്താലും അങ്ങനെ അതെല്ലാം ഈക്വൽ ആയിരിക്കും. സ്റ്റേഷൻ 1 സ്റ്റേഷൻ 2 സ്റ്റേഷൻ 3 അതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് നമ്മളത് ജനറലൈസ് ചെയ്ത് ബെർണോളിസ് എക്സ്പ്രഷൻ നമ്മളിങ്ങനെ P പ്ലസ് ഹാഫ് റോ V സ്ക്വയർ പ്ലസ് റോ GH ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നു. സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടി പറയാണ്. ബെർണോളിസ് ഇക്വേഷൻ തിയറം സ്റ്റേറ്റ്സ് the sum total of pressure, kinetic energy and potential energy along a streamline that is incompressible, irrotational, non-viscous is constant. അടുത്ത question, what is Doppler effect? Derive a general expression for apparent frequency of sound as heard by the observer അല്ലെങ്കിൽ as received by the observer. Doppler effect എന്ന് പറയുന്നത് മനസ്സിലാക്കുകയാണെങ്കിൽ സൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ്, ഒരു ഉപകരണം, ഇൻസ്ട്രുമെന്റ് നമ്മൾ കരുതാം. ഇനി ആ സൗണ്ട് ഉണ്ടായ ശേഷം അതിനെ റിസീവ് ചെയ്യാൻ ഒരു റിസീവർ അല്ലെങ്കിൽ ഒരു ഒബ്സർവർ ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ഏതെങ്കിലും ഒന്നും അല്ലെങ്കിൽ ഇത് രണ്ടും മൂവ്മെന്റിലായിരിക്കും അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും. അപ്പം നമുക്ക് ഇപ്പോൾ കരുതാം സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ട്, അത് മൂവ്മെന്റിലാണ്. സൗണ്ട് റിസീവ് ചെയ്യുന്ന ഒരു ഒബ്സർവർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മൂവ്മെന്റിലായിരിക്കെ ഇതിൻ്റെ സൗണ്ടിൻ്റെ പിച്ച് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി, ഒന്നുകൂടി പറയാണ്, സൗണ്ടിൻ്റെ പിച്ച് അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഫ്രീക്വൻസി കൂടുകയോ കുറയുകയോ ചെയ്യും. എപ്പോ ഈ ഒബ്സർവർ അല്ലെങ്കിൽ ഈ സോഴ്സ് സൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഇൻസ്ട്രുമെന്റ് സോഴ്സ് ഉണ്ടല്ലോ, ഇതിൽ രണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മൂവ്മെന്റിൽ ആവുമ്പോൾ ഇതിന്റെ ഫ്രീക്വൻസിയിൽ ഉള്ള ഏറ്റക്കുറച്ചിൽ കൂടുകയോ കുറയോ ചെയ്യുന്ന ആ ഒരു ഫെനോമിനാണ് നമ്മൾ ഈ ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ആപ്ലിക്കേഷൻസ് പിന്നീട് നമ്മൾ കാണും, മെഡിക്കൽ ഫീൽഡിലടക്കം ഡോപ്ലർ എഫക്റ്റിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദി ചേഞ്ച് അത് അല്ലെങ്കിൽ ദ ഫിനോമിനോൺ, സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ഫിനോമിനോൺ ഓഫ് ചേഞ്ച് ഇൻ ദ പിച്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് എ സൗണ്ട് പ്രൊഡ്യൂസിങ് സോഴ്സ് ആസ് ദ source moves towards or away from the observer is called as Doppler effect. നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് കിടക്കാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ലൈൻ ഞാൻ വരയ്ക്കുകയാണ്. അപ്പൊ ഇത് ഈ ലൈനിൽ തന്നെ ഞാൻ എൻ്റെ സോഴ്സ് എസ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. സൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സോഴ്സ് ആണ്. ഒബ്സർവർ O എന്ന് കാണിക്കുകയാണ്. സൗണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സോഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കാന്ന് വിചാരിക്കാം, VS. അതുപോലെ തന്നെ സൗണ്ട് റിസീവ് ചെയ്യുന്ന ഒബ്സർവർ അതും മൂവ് ചെയ്തുകൊണ്ടിരിക്കാന്ന് വിചാരിക്കാം. മൂവ് ചെയ്യുന്നതിന്റെ ദിശ നമ്മളിങ്ങനെ കാണിക്കുന്നു, ആക്സിലറേറ്റർ പോസിറ്റീവ് ഡയറക്ഷൻ. ഇതാണ് നമ്മൾ പോസിറ്റീവ് ഡയറക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ, ഒപ്പം തന്നെ സൗണ്ടിനൊരു വെലോസിറ്റി ഉണ്ടല്ലോ, സൗണ്ടിന്റെ വെലോസിറ്റി നമ്മൾ ക്യാപിറ്റൽ V നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് ഈ സൗണ്ടിന്റെ വേവ് ലെന്ത് ഇത് സ്റ്റേഷനറി ആയിരിക്കും എന്ന് വിചാരിക്കുക. അതായത് സോഴ്സും ഒബ്സർവറും ചലിക്കാതെ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ
അപ്പോൾ ഉള്ള വേവ് ലെന്ത് ലാംഡ എന്ന് വിചാരിക്കുക. വേവ് ലെന്ത് ഓഫ് സൗണ്ട് എന്ന് എഴുതാം. വേവ് ലെന്ത് ഓഫ് സൗണ്ട്. സൗണ്ട് എന്ത് വേവ്സ് ആണ് നമുക്കറിയാം എല്ലാവർക്കും, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സ് ആണ്. അതുപോലെ തന്നെ ഫ്രീക്വൻസി ന്യൂ, ഫ്രീക്വൻസി ഓഫ് സൗണ്ട്. ഫ്രീക്വൻസി ഓഫ് സൗണ്ട് എന്താണ് ഫ്രീക്വൻസി? അപ്പോൾ സൗണ്ട് ഉണ്ടാക്കുന്ന തരംഗങ്ങൾ, സൃഷ്ടിക്കുന്ന വേവ്സ്, അതിൻ്റെ ഇത്ര സമയം കൊണ്ട് ഇത്ര വേവ്സ്, അതിനാണ് ഫ്രീക്വൻസി റെസിപ്രോക്കൽ ഓഫ് ടൈം അല്ലേ, പെർ സെക്കൻഡ്, പെർ യൂണിറ്റ് ടൈം. അതിനാണ് ഹേർട്സ് നമ്മൾ യൂണിറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആണ് ന്യൂ. ഒപ്പം തന്നെ വി വന്ന് നമ്മുടെ സൗണ്ടിന്റെ വെലോസിറ്റി അറ്റ് റെസ്റ്റ്. ഇത് മൂന്നും റെസ്റ്റിലായിരിക്കുമ്പോൾ ഉള്ള ടേംസ് ആയിട്ട് ഞാൻ കണക്കാക്കാണ് നിങ്ങളോട് പറയാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് സൗണ്ട്, വെലോസിറ്റി ഓഫ് സൗണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ സി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ, വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ, അല്ലെങ്കിൽ ന്യൂ ഇസ് ഈക്വൽ ടു വി ബൈ ലാംഡ എന്ന് പറഞ്ഞുള്ള എക്സ്പ്രഷൻ ആണ് ഇതിന്റെ റിലേഷൻ. ഇത് നമ്മൾ റെസ്റ്റിലിരിക്കുമ്പോൾ ഉള്ള റിലേഷനാണ്. ഇനി നമ്മൾ മൂവ്മെന്റ്, ഇപ്പോൾ മൂവ് ചെയ്യുമ്പോൾ ഈ സോഴ്സ് മൂവ് ചെയ്യാണെന്ന് ഞാൻ പറഞ്ഞു, ഒബ്സർവർ മൂവ് ചെയ്യാണെന്ന് പറഞ്ഞു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സൗണ്ട് ആയിട്ടുള്ള വെലോസിറ്റി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി ആണെന്ന് പറയാം. അപ്പൊ ആദ്യത്തെ റിലേറ്റീവ് വെലോസിറ്റി of sound with respect to source, അത് നമ്മൾ എങ്ങനെ എഴുതും? v മൈനസ് വി എസ് എന്ന് എഴുതും. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് എന്ന് എഴുതും. ഒപ്പം തന്നെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് sound with respect to observer. അതിനുള്ള എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ വി മൈനസ് വി ഒ എന്ന് നമ്മൾ എഴുതാം. ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ചോദിക്കാം, എന്തുകൊണ്ട് വി നമ്മൾ ആദ്യം എഴുതുന്നു? വി എഴുതാൻ കാരണം സൗണ്ടിന്റെ വെലോസിറ്റി എപ്പോഴും സോഴ്സിന്റെയോ ഒബ്സർവറിന്റെയോ വെലോസിറ്റിയേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായതുകൊണ്ടാണ് വി മൈനസ് വി എസും വി മൈനസ് വി ഒ നമ്മൾ എഴുതാം. അപ്പോൾ ഈ എക്സ്പ്രഷനിൽ നമ്മൾ ഇങ്ങനെ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ പറയുമ്പോൾ സോഴ്സിനോടും ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒബ്സർവർ ബന്ധപ്പെട്ട് ആ സമയത്തുള്ള ഈ റിലേഷൻ നമ്മൾ മോഡിഫൈ ചെയ്ത് എഴുതാൻ പോകണം. അപ്പോൾ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് സൗണ്ട് എഴുതുമ്പോൾ നമ്മൾ ഇതിന്റെ ടേമിൽ അപ്പോൾ നമുക്ക് കിട്ടേണ്ട അപ്പാരന്റ് വേവ് ലെന്ത് നമുക്ക് ഇങ്ങനെയായിരിക്കും, ലാംഡ ഡാഷ് ഡിവൈഡഡ് ബൈ ന്യൂ എന്ന് നമുക്ക് പറയാൻ ചെയ്യാം. ഒപ്പം തന്നെ ഇതിനെ നമുക്ക് ഒബ്സർവർ നമ്മൾ പറയുമ്പോൾ ന്യൂ ഡാഷ് by into lambda dash എന്ന് പറയാം. ന്യൂ ഡാഷ് ലാംഡ, അത് ഞാനിവിടെ ഇങ്ങനെ എഴുതാം, ബൈ ന്യൂ ഡാഷ് ബൈ ലാംഡ ഡാഷ്. ഓക്കെ, ഇതേ എക്സ്പ്രഷൻ തന്നെ ഞാനിപ്പോ ഈ ഞാൻ നേരത്തെ പറഞ്ഞോണം, റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു സോഴ്സ് ഞാൻ വി മൈനസ് വി എസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രീക്വൻസി സ്റ്റേബിൾ ആയിരിക്കുമോ, സോഴ്സ് മൂവ്മെന്റിൽ ഇല്ലാത്തപ്പോൾ റെസ്റ്റിലായിരിക്കുമ്പോൾ ഫ്രീക്വൻസി ഞാൻ എഴുതി. നമ്മൾ ആ എക്സ്പ്രഷൻ അപ്പാരന്റ് വേവ് ലെന്തിന് വേണ്ടി, അപ്പോൾ മൂവ്മെന്റിലായിരിക്കും, സോഴ്സ് മൂവ്മെന്റിലായിരിക്കുമ്പോൾ അപ്പാരന്റ് വേവ് ലെന്തിന് വേണ്ടി ഞാൻ ലാംഡ ഡാഷ് ആയിട്ട് എഴുതി. തന്നെയല്ല, അതേപോലെ തന്നെ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സൗണ്ട് വിത്ത് റെസ്പെക്ട് ടു ഒബ്സർവർ എഴുതുമ്പോൾ ആ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ വി മൈനസ് വി നോട്ട് ഇസിക്കൽ ടു ഡിവൈഡ് ബൈ ലാംഡ ഡാഷ് ഇസിക്കൽ ടു ന്യൂ ഡാഷ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി ഈ എക്സ്പ്രഷനിൽ, അതായത് നമുക്ക് കണ്ടുപിടിക്കുന്നത് ജനറൽ എക്സ്പ്രഷൻ അപ്പാരന്റ് ഫ്രീക്വൻസി ഓഫ് സൗണ്ട് ആസ് ഹെർഡ് ബൈ ഒബ്സർവർ. അപ്പോൾ ഈ ഒബ്സർവറിന്റെ എക്സ്പ്രഷനിൽ അപ്പാരന്റ് ഫ്രീക്വൻസി, ഈ ന്യൂ ഡാഷ് ആണല്ലോ നമ്മുടെ അപ്പാരന്റ് ഫ്രീക്വൻസി, ഈ എക്സ്പ്രഷനിൽ ഞാൻ ലാംഡ ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ therefore വി മൈനസ് വി നോട്ട് ഡിവൈഡഡ് ബൈ ലാംഡ ഡാഷിന് പകരം വി മൈനസ് വി എസ് ഡിവൈഡഡ് ബൈ ന്യൂ ഇസ് ഈക്വൽ ടു ന്യൂ ഡാഷ് എന്ന് എഴുതുന്നു. നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1 ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം, ഫ്രം 1 and 2 എന്ന് എഴുതാം, ഫ്രം 1 and 2 എന്ന് എഴുതാം. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി മൈനസ് വി നോട്ട് ഇൻടു ന്യൂ ഡിവൈഡഡ് ബൈ വി മൈനസ് വി എസ് ഇസ് ഈക്വൽ ടു ന്യൂ ഡാഷ്. ഇതാണ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷൻ. സെന്റ് ജോസഫ്സ് അക്കാഡമി കുറുമശ്ശേരിയുടെ ഈ ഒരു ഫിസിക്സ് സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലുള്ള വാല്യുബിൾ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ താങ്ക് യു.